ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സ്, അതിനുള്ളിൽ ഒരു പേരില്ലാത്ത കുഞ്ഞ്. 65 വർഷം അമേരിക്കയെ വേട്ടയാടിയ ഒരു ദുരൂഹത. 1957 ഫെബ്രുവരി 25 അമേരിക്കയിലെ ഫിലാഡൽഫിയ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ ഫോക്സ് ചേസിലെ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെറിയ ആൺകുട്ടിയുടെ മൃതദേഹം പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കോൾഡ് കേസുകളിൽ ഒന്നായി മാറി. ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആരും വന്നില്ല. അവനെ കാണാതായതായി ആരും പരാതി നൽകിയില്ല. അവൻ്റെ പേര് പോലും ആർക്കും അറിയില്ലായിരുന്നു. 65 വർഷങ്ങളോളം അവൻ ബോയ് ഇൻ ദ ബോക്സ് എന്നും പിന്നീട് അമേരിക്കാസ് അൺനോൺ ചൈൽഡ് എന്നും മാത്രമാണ് അറിയപ്പെട്ടത്. ഈയൊരു കേസിന് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സമർപ്പിച്ച ഒരു ഡിറ്റക്റ്റീവ്, പ്രതീക്ഷയോടെ കാത്തിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, പരാജയപ്പെട്ട നൂറുകണക്കിന് സൂചനകൾ, DNA ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ മുന്നേറ്റം. ഒടുവിൽ 65 വർഷങ്ങൾക്ക് ശേഷം ലോകം ആദ്യമായി ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ പേര് തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരു പേര് കിട്ടിയതുകൊണ്ട് മാത്രം ഈ കേസിന് അവസാനമായില്ല. കാരണം ഇന്നും ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ആരായിരുന്നു അവനെ കൊലപ്പെടുത്തിയത്? ഇന്ന് ക്രൈം ഡീകോഡിൽ അമേരിക്കയെ പതിറ്റാണ്ടുകളോളം ഞെട്ടിച്ച ബോയ് ഇൻ ദ ബോക്സ് കേസിൻ്റെ മുഴുവൻ കഥയും, അന്വേഷണത്തിൽ നടന്ന ഓരോ വഴിത്തിരിവും, ഒടുവിൽ പുറത്തു വന്ന സത്യങ്ങളും വിശദമായി അറിയാം. 1957 ഫെബ്രുവരി 25 അമേരിക്കയിലെ ഫിലാഡൽഫിയ നഗരം. ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് ആരംഭിച്ച ഒരു ദുരൂഹത. ആ ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു കളിപ്പാട്ടമോ ഉപേക്ഷിച്ച സാധനമോ ആയിരുന്നില്ല. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു അത്. ആ കുഞ്ഞിൻ്റെ പേര് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവനെ അന്വേഷിച്ച് ആരും വന്നില്ല. അടുത്ത 65 വർഷത്തോളം അമേരിക്ക മുഴുവൻ അവനെ ബോയ് ഇൻ ദ ബോക്സ് എന്ന പേരിൽ മാത്രമാണ് ഓർത്തെടുത്തത്. ഫിലാഡൽഫിയയുടെ വടക്കു കിഴക്കൻ ഭാഗമായ ഫോക്സ് ചേസ് പ്രദേശം. അന്ന് ആ പ്രദേശം ഇന്നത്തെ പോലെ വീടുകൾ നിറഞ്ഞതായിരുന്നില്ല. കുറ്റിച്ചെടികളും മരങ്ങളും നിറഞ്ഞ, ആളുകൾ അധികം വരാത്ത ഒരു പ്രദേശം. അന്ന് രാവിലെ ഒരു യുവാവ് അവിടേക്ക് വന്നിരുന്നു. അദ്ദേഹം അനധികൃതമായി വെച്ച ട്രാപ്പുകൾ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കുറ്റിക്കാടുകൾക്കിടയിൽ കിടന്നിരുന്ന ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആകാംക്ഷയോടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അകത്ത് ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹം. ഒരു നിമിഷം അദ്ദേഹം ഭയന്നുപോയി. പക്ഷെ അദ്ദേഹം പോലീസിനെ വിളിച്ചില്ല. കാരണം താൻ അവിടെ നിയമവിരുദ്ധമായി ട്രാപ്പ് വെച്ചിരുന്നതാണ്. പോലീസ് വന്നാൽ തൻ്റെ കാര്യവും പുറത്തു വരുമെന്ന് അദ്ദേഹം ഭയന്നു. അങ്ങനെ അദ്ദേഹം ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ആ കുഞ്ഞിൻ്റെ മൃതദേഹം മണിക്കൂറുകളോളം അവിടെ തന്നെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആ വഴിയിലൂടെ കാർ ഓടിച്ചു പോകുകയായിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി ആ ബോക്സ് ശ്രദ്ധിച്ചു. ആദ്യം മാലിന്യമാണെന്ന് കരുതി. പക്ഷേ എന്തോ അസ്വാഭാവികമായി തോന്നിയതിനാൽ കാർ നിർത്തി കുറ്റിക്കാടിനുള്ളിലേക്ക് നടന്നു. ബോക്സ് തുറന്ന നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി. അകത്ത് ഒരു 4 വയസ്സ് പോലും തികയാത്ത ചെറിയൊരു കുട്ടിയുടെ മൃതദേഹം. അദ്ദേഹം ഉടൻ തന്നെ ഫിലാഡൽഫിയ പോലീസിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം തന്നെ പോലീസ് സ്ഥലത്തെത്തി. പ്രദേശം മുഴുവൻ അടച്ചുപൂട്ടി. ഫോട്ടോഗ്രാഫർമാർ, ഫോറൻസിക് വിദഗ്ധർ, അങ്ങനെ എല്ലാവരും സ്ഥലത്തെത്തി. ആ കുട്ടി നഗ്നനായിരുന്നു. ഒരു പഴയ കമ്പിളിയിൽ പൊതിഞ്ഞ നിലയിൽ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ വെച്ചിരുന്നു. പോലീസ് ആദ്യം ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. സംഭവസ്ഥലത്ത് വലിയ തോതിൽ രക്തമില്ല, പോരാട്ടത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളുമില്ല. അത് അന്വേഷണ സംഘത്തെ ഒരു നിഗമനത്തിലേക്ക് നയിച്ചു. കുട്ടിയെ മറ്റെവിടെയോ കൊലപ്പെടുത്തി പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാം. ഫോറൻസിക് സംഘം മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു. ഏകദേശം 4 വയസ്സുള്ള ആൺകുട്ടി. നന്നായി മുറിച്ച മുടി, വൃത്തിയാക്കിയ ശരീരം. പക്ഷെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പഴയതും പുതിയതുമായ മുറിവുകളുടെ പാടുകൾ. ഇതൊരു അപകടമല്ല, വ്യക്തമായ കൊലപാതകമായിരുന്നു. എന്നാൽ പോലീസിനെ കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ആ കുഞ്ഞിനെ കാണാതായതായി ഒരൊറ്റ പോലീസ് സ്റ്റേഷനിലും പരാതി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒരു അമ്മയോ അച്ഛനോ ബന്ധുവോ അങ്ങനെ ആരും ഈ ലോകത്ത് ഈ കുഞ്ഞിനെ അന്വേഷിച്ചില്ല. ആ ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് പോലീസിന് ചില തെളിവുകൾ കിട്ടി. ഒരു കോഡ്രോയിഡ് ക്യാപ്പ്, അത് സാധാരണ നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന രീതിയിലുള്ളൊരു തൊപ്പിയായിരുന്നു.
അതിൻ്റെ ഉള്ളിലെ ലേബലും അടയാളങ്ങളും പോലീസ് പരിശോധിച്ചു. അത് എവിടെ നിന്നാണ് വാങ്ങിയത്, ആരുടേതാണ്? നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. പക്ഷേ ആ തൊപ്പിയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനായില്ല. അത് കൊലയാളിയുടേതാണോ എന്നുപോലും തെളിയിക്കാനായില്ല. അതോടൊപ്പം തന്നെ ഒരു നീല സ്കാർഫും കണ്ടെത്തി. അതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഒരു അടഞ്ഞ വഴിയായി. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, മരണകാരണം കണ്ടെത്തി. പക്ഷേ മരിച്ച കുട്ടിയുടെ പേര് മാത്രം കണ്ടെത്താനായില്ല. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് ഒരു കൊലയാളിയെ ആയിരുന്നില്ല, ഈ കുഞ്ഞിൻ്റെ തന്നെ പേരായിരുന്നു. ക്രൈം സീനിൽ നിന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി സത്യം പറയേണ്ടത് ആ കുഞ്ഞിൻ്റെ ശരീരമായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. ഏകദേശം 4 മുതൽ 6 വയസ്സ് വരെ പ്രായം. ഉയരം ഏകദേശം 3 അടി 6 ഇഞ്ച്. ഭാരം പ്രായത്തിനനുസരിച്ച് കുറവ്. കുട്ടിക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതിരുന്നതാകാം കാരണമെന്ന് ഡോക്ടർമാർ സംശയിച്ചു. എന്നാൽ അവരെ ഏറ്റവും ഞെട്ടിച്ചത് ശരീരത്തിലെ മുറിവുകളായിരുന്നു. പഴയതും പുതിയതുമായ മുറിവുകൾ. ചിലത് സുഖം പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു, ചിലത് മരണത്തിന് തൊട്ടു മുമ്പുണ്ടായതായിരുന്നു. ഇതൊരു അപകടമല്ലെന്ന് വ്യക്തമായിരുന്നു. കുട്ടി വളരെ കാലമായി പീഡനം അനുഭവിച്ചിരുന്നതാകാമെന്ന സംശയം ശക്തമായി. അതേസമയം മറ്റൊരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കി. മരണത്തിന് തൊട്ടു മുൻപോ അതിനുശേഷമോ കുട്ടിയുടെ മുടി മുറിച്ചിരുന്നു. മുറിച്ച മുടിയുടെ ചെറിയ തുണ്ടുകൾ ശരീരത്തിൽ അപ്പോഴും ഒട്ടിക്കിടന്നിരുന്നു. ഒരു നിമിഷം ക്രൂരമായ ആക്രമണം, അടുത്ത നിമിഷം മൃതദേഹം വൃത്തിയാക്കി കമ്പിളിയിൽ പുതിയൽ. ഇത് ചെയ്ത വ്യക്തി ഈ കുട്ടിയെ അറിയുന്ന ആളായിരിക്കുമോ? ആ ചോദ്യം ആദ്യമായി അന്വേഷണത്തിൽ ഉയർന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു. മൃതദേഹം അപ്പോഴും മോർച്ചറിയിൽ തന്നെ. ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ ആരും എത്തിയില്ല. ഫിലാഡൽഫിയ പോലീസ് ആയിരക്കണക്കിന് പോസ്റ്ററുകൾ അച്ചടിച്ചു. ഡു യു നോ ദിസ് ചൈൽഡ്? അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു. പത്രങ്ങളിൽ ചിത്രം പ്രസിദ്ധീകരിച്ചു. റേഡിയോയിൽ പ്രഖ്യാപനങ്ങൾ നൽകി. പക്ഷേ ഒരു ഫോൺ കോൾ പോലും കേസിനെ മുന്നോട്ട് നയിച്ചില്ല. അതിനാൽ പോലീസ് ഒരു അസാധാരണ തീരുമാനമെടുത്തു. മൃതദേഹം ഉടൻ സംസ്കരിക്കാതെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാൻ. കാരണം നാളെ ആരെങ്കിലും വന്ന് ഇത് എൻ്റെ മകനാണ് എന്ന് പറയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. മോർച്ചറിയിലെ തണുത്ത മുറിയിൽ ആ കുഞ്ഞ് കാത്തുകിടന്നു. പക്ഷേ ആരും വന്നില്ല. ഒടുവിൽ ഫിലാഡൽഫിയ നഗരം തന്നെ ആ കുഞ്ഞിൻ്റെ സംസ്കാര ചെലവ് ഏറ്റെടുത്തു. 1957 ഫിലാഡൽഫിയയിലെ പോട്ടേഴ്സ് ഫീൽഡ് വിഭാഗത്തിൽ ആ കുട്ടിയെ സംസ്കരിച്ചു. ശവകുടീരത്തിൽ എഴുതിയിരുന്നത് ഒരു പേരല്ല, ഒരു വാചകം മാത്രം: അമേരിക്കാസ് അൺനോൺ ചൈൽഡ്. സംസ്കാര ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സാധാരണ പൗരന്മാരും പങ്കെടുത്തു. ജീവിച്ചിരിക്കുമ്പോൾ ആരും അന്വേഷിക്കാത്ത ആ കുഞ്ഞിനെ മരിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ യാത്രയയച്ചു. വർഷങ്ങൾ കടന്നുപോയി. പല ഉദ്യോഗസ്ഥരും കേസ് ഫയൽ അടച്ചു. പക്ഷേ ഒരാൾ മാത്രം അത് മറന്നില്ല: ഡിറ്റക്റ്റീവ് റെമിംഗ്ടൺ ബ്രിസ്റ്റോ. ഫിലാഡൽഫിയയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹോമിസൈഡ് ഡിറ്റക്റ്റീവായിരുന്നു ബ്രിസ്റ്റോ. അദ്ദേഹം ഈ കേസിനെ തൻ്റെ ജീവിതലക്ഷ്യമായി മാറ്റി. ഈ കുട്ടിയുടെ പേര് കണ്ടെത്താതെ ഞാൻ ഈ അന്വേഷണം നിർത്തില്ല. വർഷങ്ങൾ കടന്നുപോയി, പുതിയ കേസുകൾ വന്നു. പക്ഷേ ബോയ് ഇൻ ദ ബോക്സ് കേസ് മാത്രം റെമിംഗ്ടൺ ബ്രിസ്റ്റോയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞില്ല. ഔദ്യോഗിക ചുമതലകൾക്കപ്പുറവും അദ്ദേഹം ഈ കേസിൻ്റെ ഫയലുകൾ വീണ്ടും വീണ്ടും വായിച്ചു. ഒരു ചെറിയ തെറ്റുപോലും ഈ കേസിൻ്റെ ഉത്തരം മറച്ചു വെച്ചിട്ടുണ്ടാകാം. അങ്ങനെ അദ്ദേഹം ഓരോ സാക്ഷിമൊഴിയും ഓരോ തെളിവും വീണ്ടും വീണ്ടും പരിശോധിച്ചു കൊണ്ടേയിരുന്നു. അന്വേഷണത്തിനിടെ ബ്രിസ്റ്റോയ്ക്ക് ഒരു പുതിയ വിവരം ലഭിച്ചു. സംഭവസ്ഥലത്തിനടുത്ത് ഒരു ഫോസ്റ്റർ ഹോം പ്രവർത്തിച്ചിരുന്നതായി അദ്ദേഹത്തിന് വിവരം കിട്ടി. ഈ കുട്ടി അവിടെ താമസിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരിക്കുമോ? ഈ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി. അവിടെ താമസിച്ചിരുന്ന കുട്ടികളുടെ രേഖകൾ പരിശോധിച്ചു. ജീവനക്കാരെ ചോദ്യം ചെയ്തു. എന്നാൽ അങ്ങനെയൊരു കുഞ്ഞ് അവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും കണ്ടെത്താനായില്ല. അങ്ങനെ എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം അസാധാരണമായ ഒരു വഴിയും കൂടി പരീക്ഷിച്ചു. ഒരു സൈക്കിക്കിനെ സമീപിച്ചു. അന്ന് അമേരിക്കയിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ
ഔദ്യോഗിക തെളിവായി അല്ലെങ്കിലും അവസാന സാധ്യത എന്ന നിലയിൽ ഇത്തരം വിവരങ്ങളും പരിശോധിക്കാറുണ്ടായിരുന്നു. ആ സൈക്കിക് പറഞ്ഞതനുസരിച്ച് ഈ കുഞ്ഞ് ഒരു പ്രത്യേക വീട്ടിൽ താമസിച്ചിരുന്നു. അവർ സ്ഥലവും ചൂണ്ടിക്കാണിച്ചു. ബ്രിസ്റ്റോ ആ സ്ഥലവും വീടും പരിശോധിച്ചു, ലഭ്യമായ എല്ലാ വിവരങ്ങളും അനുസരിച്ച്. എന്നാൽ കേസിനെ തെളിയിക്കുന്ന ഭൗതിക തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് ഫിലാഡൽഫിയ പോലീസ് ആ വിവരങ്ങളെ ഔദ്യോഗിക തെളിവായി സ്വീകരിച്ചില്ല. ബ്രിസ്റ്റോ ആ വഴിയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല. ഒരു നാൾ ഈ വിവരങ്ങൾക്ക് അർത്ഥമുണ്ടാകും എന്ന് അദ്ദേഹം കരുതി. 1990കളിൽ കേസ് വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. ഈ സമയത്ത് അന്വേഷണത്തിന് സഹായമായി എത്തിയത് ലോകപ്രശസ്തമായ വിഡോക് സൊസൈറ്റിയായിരുന്നു. കൊലപാതക കേസുകൾ പരിഹരിക്കാൻ വിരമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും പ്രൊഫൈലർമാരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിരുന്നു അത്. അവർ കേസ് വീണ്ടും തുടക്കം മുതൽ പരിശോധിച്ചു. മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അങ്ങനെ എല്ലാ തെളിവുകളും വീണ്ടും വിലയിരുത്തി. അവർ നിരവധി പുതിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചു. കുട്ടി കുടുംബത്തിനുള്ളിൽ തന്നെ വളർന്നതാകാമെന്ന്, അവിടെ വെച്ച് പീഡനത്തിനിരയായിരിക്കാമെന്ന്. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെ കുറ്റം തെളിയിക്കുന്ന തെളിവുകളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. കാലം വീണ്ടും മുന്നോട്ട് പോയി. ദൗർഭാഗ്യവശാൽ ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ പേര് അറിയുന്നതിന് മുൻപ് തന്നെ ബ്രിസ്റ്റോ അന്തരിച്ചിരുന്നു. അദ്ദേഹം ജീവിതം മുഴുവൻ അന്വേഷിച്ച ഉത്തരമായിരുന്നു അത്. എന്നാൽ അദ്ദേഹം ശേഖരിച്ച രേഖകളും തെളിവുകളും അന്വേഷണത്തെ സഹായിച്ചു. അവയാണ് പിന്നീട് പുതിയ തലമുറ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒരു വഴിയിലേക്ക് നയിച്ചത്. 2000-2001 വർഷങ്ങളിലെ തുടക്കത്തിൽ DNA സാങ്കേതികവിദ്യയിൽ വലിയ പുരോഗതി ഉണ്ടായ സമയം. പഴയ കൊലപാതക കേസുകൾ വീണ്ടും പരിശോധിക്കാൻ അമേരിക്കയിലെ പല പോലീസ് വകുപ്പുകളും തീരുമാനിച്ചു. ബോയ് ഇൻ ദ കേസും അതിൽ ഉൾപ്പെട്ടു. കൂടുതൽ DNA സാമ്പിളുകൾ ശേഖരിക്കുവാൻ വേണ്ടി മൃതദേഹം പുറത്തെടുത്തു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എല്ലുകളും പല്ലുകളും വീണ്ടും പരിശോധിച്ചു. മുമ്പ് അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമായി. ശേഖരിച്ച DNA വർഷങ്ങളോളം സൂക്ഷിച്ചു. 2020കളിൽ അന്വേഷണം പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. ഫിലാഡൽഫിയ പോലീസ് ഫോറൻസിക് ജീനിയോളജി വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തിച്ചു. DNA വെറും കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല, കുടുംബത്തെ കണ്ടെത്താനും ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിച്ചു. DNA വിവിധ കുടുംബവശങ്ങളുമായി താരതമ്യം ചെയ്തു. പഴയ രേഖകൾ പരിശോധിച്ചു. വിവാഹ സർട്ടിഫിക്കറ്റുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ, ജനസംഖ്യാരേഖകൾ, അങ്ങനെ ഓരോ കണ്ണിയും ഒന്നൊന്നായി കൂട്ടിച്ചേർത്തു. മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലെത്തി. ആ രേഖയിലെ പേര് ജോസഫ് അഗസ്റ്റസ് സറേലി എന്നായിരുന്നു. അങ്ങനെ 2022 ഡിസംബർ 8-ന് ഫിലാഡൽഫിയ പോലീസ് വാർത്താസമ്മേളനം വിളിച്ചു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അത് തത്സമയം റിപ്പോർട്ട് ചെയ്തു. 65 വർഷമായി ബോയ് ഇൻ ദ ബോക്സ് എന്നറിയപ്പെട്ടിരുന്ന ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജോസഫ് അഗസ്റ്റസ് സറേലി. 1953 ജനുവരി 13-ന് ജനിച്ച ഒരു കുട്ടി. 4ാം പിറന്നാളിന് ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിക്കെ അവൻ്റെ ജീവിതം അവസാനിച്ചു. DNA അന്വേഷണത്തിലൂടെ പോലീസ് ജോസഫിൻ്റെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി അപ്പോഴും ലഭിച്ചില്ല. ജോസഫ് എവിടെയായിരുന്നു വളർന്നത്? എന്തുകൊണ്ടാണ് ആരും അവനെ കാണാതായതായി റിപ്പോർട്ട് ചെയ്യാത്തത്? അവൻ്റെ അവസാന ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാൻ കഴിയുന്നവർ ജീവനോടെ ഇനി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അന്വേഷണ സംഘം പിന്നീട് ജോസഫിൻ്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും കണ്ടെത്തി. ചില സഹോദരങ്ങളോടും ബന്ധുക്കളോടും സംസാരിച്ചു. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് ജോസഫിനെക്കുറിച്ചുള്ള അറിവുകൾ വ്യക്തമല്ലായിരുന്നു. ചിലർ അദ്ദേഹത്തെക്കുറിച്ച് മുൻപ് കേട്ടിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് അന്വേഷണത്തെ വീണ്ടും ദുരൂഹതയിലാഴ്ത്തി. 2002-ൽ M എന്നറിയപ്പെട്ടിരുന്ന മാർത്ത നൽകിയ മൊഴി വീണ്ടും ചർച്ചയായി. അന്ന് മാർത്ത പറഞ്ഞത് ആ കുട്ടി തൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് ഗുരുതരമായ പീഡനത്തിന് ഇരയായിരുന്നുവെന്നും ഒരു അപകടത്തിന് ശേഷം മരിച്ചതായും തുടർന്ന് മൃതദേഹം ഉപേക്ഷിച്ചതായുമാണ്. തൻ്റെ അമ്മയായിരുന്നു ഇതിനെല്ലാം ഉത്തരവാദി. 2022-ൽ ജോസഫിൻ്റെ കുടുംബ പശ്ചാത്തലം പുറത്തു വന്നപ്പോൾ മാർത്ത പറഞ്ഞ ചില കാര്യങ്ങൾ അതുമായി ഭാഗികമായി പൊരുത്തപ്പെടുന്നതായി ചില ക്രൈം ഗവേഷകരും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടി. എന്നാൽ ഫിലാഡൽഫിയ പോലീസ് ഒരിക്കലും മാർത്തയുടെ മൊഴിയെ കേസിൻ്റെ ഔദ്യോഗിക സത്യമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല.
അതിനാൽ ഇന്നും അതൊരു സ്ഥിരീകരിക്കപ്പെടാത്ത സിദ്ധാന്തം മാത്രമാണ്. ഈ കേസിനു വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച ഡിറ്റക്റ്റീവ് റെമിംഗ്ടൺ ബ്രിസ്റ്റോ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം കാണാൻ കഴിഞ്ഞില്ല. ജോസഫിൻ്റെ പേര് ലോകം അറിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം കൂടി അവർക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ജോസഫിൻ്റെ പേരൻസിന് വിവാഹത്തിന് മുൻപ് ജനിച്ച കുട്ടിയായിരുന്നു ജോസഫ് എന്നും അതിനാൽ തന്നെ അവർക്ക് ആ കുഞ്ഞിനെ വളർത്താൻ സാധിച്ചില്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കുട്ടിയെ മറ്റൊരാൾക്ക് വളർത്താൻ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇന്നും രേഖകളിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. 2022 ഡിസംബർ 8, 65 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആ കുഞ്ഞിനൊരു പേര് ലഭിച്ചു. എന്നാൽ ആ പേര് അന്വേഷണത്തിന് അവസാനം കുറിച്ചിട്ടില്ല, മറിച്ച് പുതിയ ചോദ്യങ്ങൾക്ക് തുടക്കമായി. ഫിലാഡൽഫിയ പോലീസ് ജോസഫ് ഓഗസ്റ്റസ് സറേലിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടില്ല. കാരണം ഈ കേസ് ഔദ്യോഗികമായി അവസാനിച്ചിരുന്നില്ല. കൊലപാതകത്തിന് ഉത്തരവാദിയായ വ്യക്തിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അലട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ജോസഫിനെ കാണാതായി ആരും റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും മുടിമുറിച്ച് മൃതദേഹം വൃത്തിയാക്കി കമ്പിളിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചത്? യഥാർത്ഥ കൊലയാളി ഒരാളായിരുന്നോ അതോ ഒന്നിലധികം ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. അങ്ങനെ മരിച്ച് 65 വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിന് ഒരു പേര് ലഭിച്ചു. ആ പേര് ലഭിച്ചതുകൊണ്ട് മാത്രം ആ കുഞ്ഞിന് നീതി ലഭിച്ചോ? ഇന്നും ഈ കേസ് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ കോൾഡ് കേസുകളിൽ ഒന്നായി തുടരുകയാണ്. ഒരുപക്ഷെ ഒരു ദിവസം ആർക്കെങ്കിലും പുതിയ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചേക്കാം. അങ്ങനെ ആ പഴയ രഹസ്യം തുറന്നേക്കാം. അങ്ങനെ ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നുവരെ ജോസഫിൻ്റെ കഥ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകവും ദുരൂഹവുമായ കോൾഡ് കേസുകളിൽ ഒന്നായി തുടരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം ഡോക്യുമെൻറ്റുകൾക്കായി ക്രൈം ഡീകോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു യഥാർത്ഥ കുറ്റകൃത്യത്തിൻ്റെ പിന്നിലെ ഞെട്ടിക്കുന്ന സത്യവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.